ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്താന്ന് പറയണ്ടേ, അത് സ്പെഷ്യൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഡ്രസ്സ് നിങ്ങൾക്ക് ഡിസൈൻ കാണിച്ചു തരണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ. അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. പോളോ നെക്കാണ് ഇത്. ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് യൂട്യൂബില് കണ്ടിട്ടില്ല ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ്സ് ഇടാനും ഒക്കെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കുറേ പേരുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ കാണുന്നവരിൽ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. അത് വളരെ സങ്കടമുള്ള ഒരു കാര്യം. അപ്പൊ ഇന്നെന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ ചുരിദാർ ഡിസൈൻ ഒരു സ്പെഷ്യൽ ചുരിദാർ ഡിസൈൻ ആണ് കേട്ടോ. ബർത്ത്ഡേ സ്പെഷ്യൽ ചുരിദാർ ഡിസൈൻ ആണ്. അപ്പോൾ ഇതിപ്പോ ഞാൻ ഈ ഒരു സെറ്റ് ആക്കിയതാണ്. അതായത് റണ്ണിങ് മെറ്റീരിയൽ മേടിച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. ആദ്യമേ ഞാൻ ഇതാണ് ഷോള് ഞാൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് ചേരുന്ന ഇതിനോട് അലീഡ് ആയിട്ടുള്ള ഇത് ബോട്ടം, ഇത് ടോപ്പ് ഞാൻ റോസ് സിൽക്കിലാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒരു 2.25 മീറ്റർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്തിരി ലെങ്തിലാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത്തിരി 2.25 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോട്ടത്തിന്റെ പീസ്. ഇത് റോ കോട്ടന്റെ മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ സിഗരറ്റ് പാന്റ് മോഡലിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ സിഗരറ്റ് പാൻറ്റിന്റെ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിന് ആദ്യമേ തന്നെ ലൈനിങ് പീസാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ. ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ഞാനൊരു കോളർ മോഡലാണ് ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. ചൈനീസ് കോളർ മോഡല്. ബാക്ക് ഓപ്പൺ ആണ്. ബാക്കിൽ സിബ് വെച്ചിട്ട് ബാക്കിലാണ് ഓപ്പണിങ് വരുന്നത്. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിനെ 2 പീസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഈ ഒരു സ്ട്രെയിറ്റ് പീസ് വരുന്ന അവിടെ ഇത് സെപ്പറേറ്റ് പീസ്, ഇപ്പുറത്തെ വേറൊരു പീസ്. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നതും. അവിടെ എന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ മെഷീനിൽ ചെയ്യുന്ന വർക്ക് അത് ഞാൻ കാണിക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവ് ഹാഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്ലീവിന്റെ അവിടെയും അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോഡൽ മനസ്സിലായല്ലോ. ഇനി നമ്മൾ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. കട്ടിങ്ങിൽ ആദ്യമേ തന്നെ ലൈനിങ്ങിൽ നമ്മൾ കോളർ മോഡൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ഞാൻ വീഡിയോ കോളർ മോഡൽ ചുരിദാറിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ 2 പാർട്ടായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. കട്ടിങ് പാർട്ടും സ്റ്റിച്ചിങ് പാർട്ടും. അപ്പം അതിനകത്ത് നമ്മൾ എങ്ങനെയാണോ കോളർ മോഡൽ ചുരിദാറിന് ഓൾമോസ്റ്റ് എല്ലാ തന്നെ മെഷർമെന്റുകളിൽ ഒരുപോലെയാണ്. കാരണം ഷോൾഡർ എടുക്കുന്നതും ആ ഒരു മെഷർമെന്റ് എടുക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. അപ്പൊ ആ ഒരു മോഡൽ തന്നെയാണ് ഞാൻ ഇതും കട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് മാത്രം കാണിച്ച് അതിൽ വീഡിയോ അധികം ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, കോളർ മോഡല് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ വെക്കുന്ന പോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പീസ് 1 ഇഞ്ച് കയറ്റി വെക്കുക. ഫ്രണ്ട് പീസ് അതിന്റെ താഴെയിട്ട് 1 ഇഞ്ച് കയറി ബാക്ക് പീസ് ഇരിക്കുക. ആ ഒരു രീതിയിൽ വെക്കുക. ഫ്രണ്ട് പീസും വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെഷർമെന്റ് എടുത്ത് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഈ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ലൈനിങ്ങിൽ കൊണ്ടുവരുന്നില്ല. നല്ല പീസ് തുണിയിൽ മാത്രമേ അങ്ങനെ ഒരു കട്ടിങ് കൊണ്ടുവരുന്നുള്ളൂ. അത് നമ്മൾ സെപ്പറേറ്റ് നല്ല പീസിൽ ചെയ്തിട്ടാണ് ഈ ലൈനിങ്ങിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പം ലൈനിങ് നമ്മൾ കറക്റ്റ് ആ ഒരു മെഷർമെന്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ,
ഇന്നിപ്പോൾ നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്ത് വരച്ച് റെഡിയാക്കി വെച്ചു. ഇനി കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഈ നെക്ക് വൈഡ് എടുത്തതൊന്ന് ഞാൻ കാണിക്കാം. ഇത് ബാക്ക് പീസ് ആണല്ലോ കയറിയിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസിൽ ഞാൻ നെക്ക് വൈഡ് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ച് വൈഡും ഇറക്കം, ഫ്രണ്ടിലെ പീസിന് ഇറക്കം എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് വൈഡും ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് ഡെപ്തും വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ച് വിഡ്ത്തുമാണ്. അതുപോലെ തന്നെ മുകളില് നമ്മള് ബാക്ക് നെക്ക് ഒരു 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയിട്ടാണല്ലോ ഫ്രണ്ട് പീസ് വെച്ചേക്കുന്നത്. ആ ഒരു ഇഞ്ചിലാണ് നമ്മള് ഈ കഴുത്ത് വരച്ചേക്കുന്നത്. വൈഡ് 2.5 ഇഞ്ച് തന്നെ. ഓക്കെ, ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു കോളറിന്റെ അളവ് വെച്ച്, അതായത് നമ്മൾ കഴുത്തിന് ചുറ്റും ടേപ്പ് പിടിച്ച് ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചെടുക്കുമല്ലോ, അപ്പൊ കിട്ടുന്ന അളവ് എനിക്ക് കിട്ടിയത് 16 ഇഞ്ചാണ്, 16 ഇഞ്ച്. അപ്പൊ 16 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഈ ഒരു അളവ് എടുക്കുമ്പോൾ കിട്ടുന്നില്ലെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നേ. അതായത് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇത് ഫ്രണ്ട് പീസാണ് എടുത്തേക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. പിന്നെ ഇവിടുന്ന് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യാൻ വരച്ചേക്കുന്ന മാർക്കിങ്ങിന്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി വേണം നമ്മൾ മെഷർമെന്റ് എടുത്തു തുടങ്ങാൻ. കാരണം അവിടെ തയ്യൽ തുമ്പ് പോകുമല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വെച്ച് പിടിച്ചു നോക്കുക. ഇവിടെ എനിക്ക് 4.25 ഈ ഒരളവ് കിട്ടുന്നത്. 4.25. അപ്പോൾ ഇത് വിടർത്തി വരുമ്പോൾ 4.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 വരും ഫ്രണ്ട് പീസിൽ തന്നെ. ബാക്ക് പീസിൽ നമുക്ക് വരുന്നത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 6 ഇഞ്ച് വിടർത്തി വരുമ്പോൾ 6 ഇഞ്ച് വരും. അപ്പോൾ ഇവിടുത്തെ 9.5യും അവിടുത്തെ 6 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ 15.5 വരും. അപ്പോൾ ഏകദേശം അത് മതി നമുക്ക്. 16 ഇഞ്ചാണ് നമുക്ക് കോളറിന്റെ അളവ് കിട്ടിയെങ്കിലും നമ്മളത് തയ്ച്ച് പിടിപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ വെട്ടിക്കളയരുത്. കാരണം ഇപ്പൊ 16 ഇഞ്ചാണെങ്കിൽ നമ്മൾ വെട്ടുന്നത് ഒരു ഇത്തിരി കൂടി വലുപ്പത്തിലാകുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറിന്റെ അളവ് വലുതാവും. അതിനനുസരിച്ച് നമ്മുടെ കഴുത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യും കോളർ. ഓക്കെ, ഇതിപ്പോ കഴുത്തിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ കറക്റ്റ് ആ ഒരു 16 ഇഞ്ചിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ ഇതിപ്പോ നമ്മൾ വെട്ടുന്നത് ഇത്തിരി കുറഞ്ഞു നിന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും 16 ഇഞ്ച് നമ്മൾ കോളർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 16 ഇഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് വെച്ച് നല്ല പീസ് കട്ട് ചെയ്ത് ബാക്ക് പീസ് മാത്രം കട്ട് ചെയ്ത് എടുക്കുകയാണ്. നല്ല പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ലൈനിങ് വെച്ച്. എന്നിട്ട് നമ്മളിത് സിബ് ഇതിന്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് സെന്ററിൽ ബാക്കിൽ കൺസീൽഡ് സിബ് വെച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സിബ് വയ്ക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലീറ്റഡ് പലാസോ പാന്റ് സ്റ്റിച്ച് ചെയ്യുന്നതിനകത്ത് സിബ് കൺസീൽഡ് സിബ് വെക്കുന്നത് എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് സിബ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സമയത്തിന്റെ പ്രശ്നം കാരണമാണ് കേട്ടോ. ഇപ്പൊ ഒട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിബ് വയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ആയിട്ടിടാം. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് ലൈനിങ് ആണ്. അത് നമ്മൾ നല്ല പീസിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ കറക്റ്റ് ഈ ഒരു അളവിലല്ല കട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ലെങ്തിൽ തന്നെ ഇത്തിരി തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് അതൊരു 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ. ഇവിടെ ഞാനിപ്പോ കൈക്കുഴി ഒന്നും വെട്ടുന്നില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് കൂടി 1.5 ഇഞ്ച് മതി കേട്ടോ. 1.5 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് അങ്ങോട്ട് ഫുള്ളോടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുകയാണ്. ഇതിങ്ങനെ അതെന്തിനാ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സെന്ററിൽ ഒരു കട്ടിങ് പോകുന്നുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മളിപ്പോ കറക്റ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഷോൾഡറിന്റെ അളവൊക്കെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ
ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്താൽ മതി ലൈനിങ് പീസ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മള് നമ്മുടെ ഈ ഒരു പാറ്റേണിൽ ഇവിടെ കൂടി സെന്ററിലല്ല കുറച്ച് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആക്കാൻ പോവാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ആ ഒരു കട്ടിങ് വരുന്നത് ഈ കോളർ വന്നേക്കണതിന്റെ ഈ ഒരു സൈഡിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ കഴുത്തിന്റെ ഇവിടെയാണ് നമ്മുടെ കഴുത്ത് വരുന്നത്. കഴുത്തിന്റെ ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു കട്ടിങ് വരേണ്ടത് ഒരു സൈഡിൽ. അപ്പൊ ആ ഒരു സൈഡില് കറക്റ്റ് 2.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു നെക്കിന്റെ അകലം നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ അവിടെ ഇത് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴെയും ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. താഴെ നമ്മള് ഫ്ലെയറിന്റെ അവിടെ നമ്മൾ ഇവിടുന്ന് സെന്ററിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ലൈനിങ് മാറ്റി നമ്മൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് 2.5 ഇഞ്ചിൽ താഴത്തേക്ക് മാർക്ക് ചെയ്ത് പോവുക. അപ്പൊ നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. എന്നിട്ട് അതങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മളിപ്പോ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഫ്രണ്ടിലത്തെ മുകളിലത്തെ ഒരു ലെയർ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ, താഴത്തെ കട്ട് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടോ, ഇതിപ്പോ ഒരു സൈഡായി. ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയ സൈഡാണ് ഇപ്പുറത്തെ ഈ ഒരു വശം. ഇത് ഫോൾഡിങ്ങോടുകൂടി വന്നേക്കുന്നത് ഇപ്പുറത്തെ ആ ഒരു വലിയ പീസ്. അതിലാണ് നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു ഡിസൈൻ വരുന്നത്. കണ്ടോ? ഓക്കെ, അത് നമ്മൾ വിടർത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ കറക്റ്റ് സെന്റർ ഇവിടെ നമ്മൾ മടക്കിയിട്ടിരുന്നതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും ഇനി ജോയിൻ ചെയ്യാനൊക്കെ. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ വീതി കൂടിയ വശത്താണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നതല്ലോ. അപ്പൊ അവിടെ നമ്മൾ സ്റ്റിഫ് വെച്ച് ഈ ഒരു പോർഷൻ റെഡിയാക്കാൻ പോവാണ്. കഴുത്തിന് നമ്മൾ സാധാരണ സ്റ്റിഫ് വയ്ക്കുന്ന പോലെ തന്നെ. അപ്പൊ അത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടുന്ന് നമ്മളൊരു 8 ഇഞ്ച് വിട്ടും ഇറക്കം ഒരു 15 ഇഞ്ച് ലെങ്ത്തുമാണുള്ള ഒരു സ്റ്റിഫിന്റെ പീസാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ഞാനത് എടുക്കുന്നത് കാണിക്കാം. നമ്മളിപ്പോ ഇത് ഫ്രണ്ടിൽ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റിഫിന്റെ പീസ് എടുത്തിരിക്കുകയാണ്. വിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് വിട്ട്, 9 ഇഞ്ച് വിട്ട്, ലെങ്ത് എടുത്തിരിക്കുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് ലെങ്തും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മള് വിട്ട് നമുക്ക് വേണ്ടത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലെങ്ത് നമുക്ക് വേണ്ടത് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പൊ 15 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു സ്ക്വയർ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. നമ്മളിതൊരു സ്ക്വയറിന്റെ ഹാഫ് സ്ക്വയർ വരച്ചു. ഇനി നമ്മൾ ഇതിനെ ഒരു യു ആയിട്ട് ഷേപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളിത് ഷേപ്പ് ചെയ്തു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. പുറമെ നമുക്കിത് ഒട്ടിക്കാനുള്ള അകലത്തില് നമ്മൾ സാധാരണ നോർമൽ നെക്ക് ചുരിദാറിലേക്ക് കട്ട് ചെയ്യാനായിട്ട് വെട്ടിയെടുക്കുന്നത് പോലെ തന്നെ വെട്ടിയെടുക്കുക. ഈ സെന്റർ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഇത് വെട്ടിയെടുത്തു. ഇനി ഇതൊരു പീസിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ചേച്ചും ഇത് നമ്മുടെ ഈ ഒരു വലിയ പീസിന്റെ സൈഡിലേക്ക് വെച്ചു കൊടുത്ത് നമ്മള് തുണിയിൽ ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതായപ്പോ നമ്മൾ ആ സ്റ്റിഫ് ഒരു പീസിൽ ഒട്ടിച്ചു. ഇതൊരു വേസ്റ്റ് പീസ് കിടന്നയച്ചതാ കേട്ടോ. ഈ ഡിസൈൻ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ പൊയ്ക്കോളും. അപ്പൊ ഈ ഒരു പീസിൽ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിത് നല്ല പീസിലേക്ക് വെക്കാൻ പോവാണ്. നമ്മളിപ്പോ നല്ല പീസിന്റെ നെക്ക് പോർഷന്റെ അവിടെ ഈ ഒരു പീസ് സ്റ്റിഫ് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നെക്ക് വൈഡ്
നമ്മൾ 8 ഇഞ്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും നമ്മളിവിടെ ജോയിൻ ചെയ്യുമ്പോൾ, അപ്പുറത്തെ പീസുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ആ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 8.5 വെച്ചിട്ട് നമ്മളിത് 8.5 നമ്മളിപ്പോൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ. 8.5 വെച്ചിട്ട് അത് പിൻ ചെയ്ത് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇറക്കം നമുക്ക് വരുന്നത് 15 നമ്മൾ പറഞ്ഞ്. മുകളിലത്തെ തയ്യൽ തുമ്പും കൂടി കൂട്ടി ഇപ്പൊ നമ്മള് 15.5 വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിത് ഇതിലൂടെ അടിച്ച് ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറിച്ചിടുകയാണ്, നമ്മൾ നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ കഴുത്തിന്റെ ഈ ഒരു പോർഷൻ അടിച്ചു മറിച്ച് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാവുന്ന അത്രയും ഒരളവിലൊരു തുണി നല്ല പീസിൽ എടുക്കുക. ഇത് നമ്മളെ ബോഡി പാർട്ടിന്റെ അതേ പീസ് തുണി തന്നെയാണ് കേട്ടോ. അത് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു അളവിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ ഉള്ള പീസായിരിക്കണം. കണ്ടോ, ഇതിലാണ് നമ്മളിപ്പോൾ ഇനി ത്രെഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ത്രെഡ് വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പീസിൽ ലൈനിങ്ങിന്റെ ഒരു പീസ് കൂടി വെച്ചു കൊടുത്ത് 4 സൈഡ് ഒന്ന് അടിച്ചു വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തുണിക്ക് കട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ലൈനിങ് പീസ് കൂടി വെച്ചു കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പീസിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വരയ്ക്കുന്നത് ലൈനിങ് ഉള്ള വശത്താണ്. ഞാനിതിപ്പോൾ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. 1 ഇഞ്ച് അകലത്തില് ഇങ്ങനെ ലൈൻസുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തിരിച്ച് ഇപ്പുറത്തേക്കും ഇതേപോലെ ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. 1 ഇഞ്ച് അകലത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ വരകളിട്ട് റെഡിയാക്കി. ഇനി നമ്മളിത് ത്രെഡ് ഉപയോഗിച്ച് മെഷീനിൽ വർക്ക് ചെയ്യാം. നമ്മളിത് വർക്ക് ചെയ്യാനായിട്ട് ആങ്കറിന്റെ ഹാൻഡ് എംബ്രോയിഡറിയുടെ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ബോബിനിൽ ചുറ്റിയെടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഹാൻഡ് എംബ്രോയിഡറിയുടെ നൂല് ബോബിനിൽ ചുറ്റിയെടുത്തു. ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നൂലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓരോ ലൈൻസിന്റെ അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്റ്റിച്ച് ഇതാ ഇതുപോലെ വന്നു. ഇതുപോലെ തന്നെ ഇനി ഓരോ ലൈൻസുകളും ഇട്ട് കൊടുക്കാം. ഇതായപ്പോൾ നമ്മൾ 2 ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലൈൻസുകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 സൈഡിലേക്ക് ഉള്ള ലൈൻസുകൾ ഫുൾ ഇട്ടു. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടി ലൈൻസുകൾ ഇട്ടെടുക്കുക. ഇപ്പം നമ്മൾ ത്രെഡ് വർക്ക് ചെയ്തെടുത്തു, ഫിനിഷിംഗ് ആയി. ഇനി നമ്മൾ ഇതൊരു നമ്മുടെ നെക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പീസിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇവിടെ നമ്മൾ നെക്ക് വൈഡ് എടുത്തിരുന്നത് 8.5 ഇഞ്ചാണ്. അപ്പൊ ആ ഒരു 8.5 ഇഞ്ചിന്റെ അളവില് നമ്മൾ എടുത്ത് വെച്ചിട്ട് അത് പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്യുക. നമ്മൾ താഴത്തേക്കുള്ള ഇറക്കം എടുത്തിരുന്നത് 15.5 ആ ഒരളവില് കറക്റ്റ് എടുത്ത് വെച്ച് പിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇതിലൂടെ അടിച്ച് ഇതിനെ ജോയിൻ ചെയ്യുക ഇതിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഇവിടെ ഒരു പൈപ്പിംഗ് കൂടി വെച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലേക്ക്.
ഓക്കെ. ഇപ്പം നമ്മൾ ഈ പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചു, പൈപ്പിങ്ങും വെച്ചു. ഇനി നമ്മൾ ഇപ്പുറത്തെ പീസ്, സ്ട്രെയിറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യുമ്പോൾ അവിടെയും നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനിടയിൽ പൈപ്പിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഫുൾ ലെങ്ത്, ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്തിൽ താഴെ വരെ പൈപ്പിങ് കൊടുത്ത് ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ. ഇതായപ്പോൾ നമ്മൾ പൈപ്പിങ് കൊടുത്ത് ഈ ഒരു പീസിനെ ഇതിലേക്ക് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മളിത് ലൈനിങ് വെച്ച് നമ്മുടെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ 2.5 ഇഞ്ച് വിട്ട് ഇങ്ങോട്ട് നീക്കിയാണ് ഈ ഒരു പോർഷൻ വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക. 2.5 ഇഞ്ച് അളവാണ് നമ്മൾ ഇപ്പുറത്തേക്ക് നീക്കിയിട്ടിരുന്നത്. നമ്മൾ 2.5 ഇഞ്ച് അളവിൽ ഈ ഒരു പൈപ്പിങ് വരുന്ന രീതിയിൽ എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ലൈനിങ് ഇവിടെ വെച്ചിട്ട് ഇത് കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതായപ്പോൾ നമ്മൾ ഇത് നല്ല പീസ് ലൈനിങ്ങിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ നോർമൽ സാധാരണ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഇവിടെ പിടിപ്പിക്കുന്ന ആ ഒരു പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കഴുത്തും നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ ബാക്ക് പീസിൽ സിബ് വെച്ചു. സിബ് വെച്ചിട്ട് ടക്കുകളും ഇട്ട് കൊടുത്തു, റെഡിയാക്കി. ഓക്കെ. നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ഡിസൈൻ വരച്ചതിനകത്ത് ഇതുപോലെ ഒരു പൈപ്പിങ്ങിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ വെക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് പൈപ്പിംഗ് വെച്ചതിൻ്റെ ഈ ഒരു പീസിൻ്റെ ഇവിടെയായിട്ടാണ് 2 വെക്കുന്നത്. അത് വെക്കാനായിട്ട് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ പൈപ്പ് ചെയ്ത് നമ്മുടെ ബോട്ടത്തിൻ്റെ പീസ് വെച്ച് നമ്മൾ ചെയ്തെടുത്തതാണ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണു. ഇനി ആർക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ സൂചിയിൽ ഈ ഒരു സെയിം കളർ നൂലും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് പിടിച്ച് ടൈറ്റായിട്ട് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഒരു ബട്ടൺ പോലെ നമുക്ക് തോന്നും. കണ്ടോ? ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും റൗണ്ട് ചെയ്യണം. അതിനു മുന്നേ നമ്മൾ ഇതിനെ ഒന്ന് സൂചി കൊണ്ട് പിൻ ചെയ്ത് ഒന്ന് ടൈറ്റൻ ചെയ്യാണ്. നമ്മൾ ചുറ്റിയെടുത്തിട്ട് ഇതാണ് അടിവശത്തേക്ക് വരുന്നത്. ഇപ്പുറത്തെ വശമാണ് നല്ല വശമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അടിവശത്ത് നമ്മളിത് സൂചി കൊണ്ട് എല്ലാ ചുറ്റിയ ഓരോ ലെയറിനെയും ചേർത്ത് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ്, ഇവിടെ പോവാണ്ടിരിക്കാനായിട്ട്. കണ്ടോ? ഈ ഒരു പീസ് നമ്മൾ ഇങ്ങേറ്റം ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തെ അറ്റവും ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്യണം കേട്ടോ.
ഉണ്ടോ? കറക്റ്റ് അവിടുന്ന് ഇവിടുന്നുമായിട്ട് വരണം. ഇവിടുത്തെ നമ്മൾ റിങ് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് ഇത്തിരി കൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്നത് അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് വിട്ടുപോയി. ഇതിങ്ങനെ വരും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് നമ്മൾ ഇതിൽ ചെയ്ത അതേപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് അടി കൂടി സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത്തിരി റൗണ്ട് കുറവാണെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് ചുറ്റി സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വെക്കുക. ഇതുപോലെ ഒരെണ്ണം കൂടി ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുമേലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഞാൻ ഇതിൻ്റെ ലെങ്ത് എത്ര എടുത്തതെന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഞാൻ പറയാം. ഇത് ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട്. ഇത് രണ്ടും നമ്മൾ സ്ലീവിനാണ് വെക്കുന്നത്. ഓരോ സ്ലീവിനും ഓരോന്നേ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ലെങ്ത് വരുന്നത് അതിൻ്റെ 13 ഇഞ്ചാണ്. ഇതിന് ഓരോ പീസിൻ്റെയും ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, 13 ഇഞ്ച് ലെങ്തിലുള്ള പീസ് 4 എണ്ണം എടുത്തു. അതിൽ 2 എണ്ണം ചെസ്റ്റ് പോർഷനിൽ വെച്ചു, 2 എണ്ണം ഓരോ സ്ലീവേലും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു 2 പൈപ്പിങ്ങിൻ്റെ ഈ ഒരു പീസിനെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഇത് ഒട്ടിച്ച് വെക്കുകയാണ് ആദ്യമേ തന്നെ. ഇപ്പുറത്തെ പീസിനെ അതുപോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ 2 പീസിനെ ഒട്ടിച്ച് വെച്ചു. ഇനി നമ്മൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചി കൊണ്ട് ഒന്ന് അടിവശത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നെക്കിൻ്റെ പണി. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കോളർ പിടിപ്പിക്കാം. നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് എടുത്തിരിക്കുകയാണ്. ഫോൾഡിങ്ങോട് കൂടി ഒരു പീസ്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഞാൻ 8.5 ഇഞ്ചാണ്. 8.5. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ താഴെ നിന്ന് ഒരു 1/4 ഇഞ്ച് വെച്ച് ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് അകലത്തിൽ ഒരു മാർക്കിംഗ്. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു 1/4 ഇഞ്ചിൽ അടുത്തൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ എടുക്കാം. ഓക്കെ, അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇപ്പം ഇത്രയും വരച്ചല്ലോ. ഇനി നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് കഴുത്തിൻ്റെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ ഇത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിൽ ഒരു പീസ് ഇത്തിരി തള്ളി നിന്നാലേ നമുക്ക് ഇങ്ങനെ ഹുക്ക് അതിൽ കൊളുത്തി ഇടാൻ പറ്റുള്ളൂ. കോളറിന്റെ വശത്ത് ഹുക്ക് വരണം ഈ സിബ് കഴിഞ്ഞ് മുകളിലുള്ള കോളറിന്റെ പോർഷനിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ കോളറിന്റെ മെഷർമെന്റ് അല്ല, അതുകൊണ്ടാണ് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മളവിടെ വരച്ച് ഇപ്പുറത്തേക്ക് സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ നമ്മുടെ കോളറിന്റെ വെക്കാനുള്ള ആ ഒരു പോർഷൻ 2 പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. അതായത് നമ്മുടെ കഴുത്തിനെ ഹാഫായിട്ട് മടക്കിയെടുക്കുക. കണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഈ 1 ഇഞ്ചിന്റെ അവിടുന്ന് നമ്മൾ ഇതിനെ ഒന്ന് വെച്ച്
കണ്ടോ വെച്ച് കറക്റ്റ് ഈ ജോയിന്റ് വരുന്ന അവിടം വരെ വെച്ച് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഇത്രയും അത് അത്രയും വരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ് ഈ ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. വലിക്കാണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് താത്തി കൊടുത്ത് കറക്റ്റ് ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ മുകളിൽ വരച്ച ആ ലൈനിലേക്ക് കൊണ്ടുവന്ന് മാർക്കിംഗ് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഈ ഒരു നമ്മൾ ഇവിടെ ബാക്ക് പോർഷൻ വരച്ചത് അതിനെ ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ കഴുത്തിന്റെ പീസയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടൊരു 4 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണമല്ലോ. അപ്പം അതും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ 4 ഇഞ്ച് ഇപ്പുറത്തേക്കായിട്ട് തന്നെ വരയ്ക്കുക. അപ്പം ഇതല്ല നമുക്ക് ശരിക്കും വേണ്ടത്. ഇപ്പുറത്ത് വരച്ച ഈ ഒരു പോർഷനാണ് വേണ്ടത്. കണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മുടെ കോളറിന്റെ സൈസ് വരുന്നത്. അപ്പം നമ്മളിത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പുറത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് 2 പീസാണ്. ഈ പീസിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കണ്ടോ? ഇതിനെ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കഴുത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന പോർഷൻ. ഇത് മുകളിലേക്ക് വരുന്ന പോർഷൻ. ഓക്കെ, ഇത് ഒട്ടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പല്ല ഹുക്കിന്റെ പടി വെക്കാനായിട്ട് എക്സ്ട്രാ തള്ളിയിട്ടിരുന്നു. അത് നമുക്ക് 1 പീസിന് മതി, 2 പീസിനും വേണ്ട. നമ്മളിപ്പോൾ എടുത്തപ്പോൾ അത് ഫുള്ളോടെയാണ് എടുത്തത്. കണ്ടോ? ഈ ഒരെണ്ണത്തിന് നമുക്കത് ആവശ്യമില്ല. എന്നിട്ടിത് ജോയിൻ ചെയ്തെടുക്കുക. തുണിയിലേക്ക് ഇത് ഒട്ടിച്ചിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ബോഡി പാർട്ടിന്റെ നല്ല പീസിലേക്ക് നമ്മളിത് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത് പോയ പീസ് നമ്മൾ ഒരുമിച്ച് അടുപ്പിച്ച് വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തു. നമ്മുടെ കഴുത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന പോർഷനാണ്. അവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യാണ്. നമ്മളിത് ഈ ഒരു പീസിനെ ഇങ്ങോട്ടേക്ക് അയൺ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമുക്ക്
ജോയിൻ ചെയ്യുമ്പോൾ എളുപ്പത്തിന് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസ് വേറൊരു നല്ല പീസിന്റെ മുകളിൽ വെച്ച് നമ്മൾ സാധാരണ കോളർ ചെയ്യാറുള്ള പോലെ തന്നെ വേറൊരു പീസ് കൂടി വെച്ചിട്ട് നമ്മൾ മുകൾ വശം അടിച്ച് കവർ ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോ അതേ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതിങ്ങനെ കവർ ചെയ്ത് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കളയാണ്. ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഇവിടെ നമ്മൾ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ മറിച്ചിടുകയാണ്. ഇപ്പം നമ്മൾ പീസ് അടിച്ച് മറിച്ചിട്ടു. ഇത് നമ്മുടെ സ്റ്റിഫ് ഒട്ടിച്ച പോർഷൻ, അതിന് നമ്മൾ അയൺ ചെയ്ത് ഉള്ളിലേക്ക് വെച്ച വശം. ഇനി നമ്മളിത് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തള്ളുപടിയായിട്ട് കുറച്ച് ഭാഗം 1 ഇഞ്ച് തള്ളിയിട്ടിരുന്നു ഒരു സൈഡിൽ. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടിരുന്നു. ഇതാണ്. അപ്പൊ ആ ഒരു വശത്തു നിന്നല്ല, ഇപ്പുറത്തെ വശത്തുനിന്ന് നമ്മൾ ഇതിന്റെ അറ്റത്തുനിന്ന് തുടങ്ങുകയാണ്. കഴുത്തിന്റെ സിബ് വെച്ച വശത്തുനിന്ന് നമ്മളിത് ഇങ്ങനെ പിടിപ്പിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, ഈ ഒരു പീസയിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു പീസയിലേക്ക് ജോയിൻ ചെയ്ത് വരിക. എന്നിട്ട് അതിനെ മടക്കി ഉള്ളിലേക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സൈഡ് സ്റ്റിഫ് വയ്ക്കാത്ത ആ ഒരു പീസ് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെച്ച് അടിച്ചു കഴിഞ്ഞു. നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ആ തള്ളി കിടക്കുന്ന പീസ് ഇത്രയും ഭാഗം തള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ഈ സ്റ്റിഫുള്ള പീസ് ഇതിന്റെ മുകളിലേക്ക് ജസ്റ്റ് വെച്ച് ജോയിൻ ചെയ്യാണ്. അപ്പോൾ കോളറിന്റെ പണി നമ്മുടെ കഴിയും. ഈ ഒരു തള്ളുപടിയാണ് നമ്മളിനി ഹുക്ക് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതായപ്പോൾ നമ്മുടെ കോളർ ഫുള്ളോടെ ഫിനിഷ് ചെയ്തു. എളുപ്പമാണ്, വേഗത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ആണ് നമ്മൾ ഹുക്കിന്റെ കൊളുത്ത് വെക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളിനി സ്ലീവ് റെഡിയാക്കി എടുക്കുകയാണ്. സ്ലീവിന്റെ അറ്റത്തും ഞാൻ ഈ 1.5 ഇഞ്ചിന്റെ ഈ ഹാൻഡ് എംബ്രോയിഡറിയുടെ വർക്കുള്ള പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ സെന്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മുടെ ചുരിദാറിന്റെ പണി ഫുള്ളോടെ കഴിഞ്ഞു. ഷേപ്പ് ചെയ്തു, സ്ലീവ് പിടിപ്പിച്ചു, സ്ലീവിന്റെ അവിടെ ഈ ഒരു ഡിസൈൻ ചെയ്തു. ഓക്കെ, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.